നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മരണത്തിലും മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ നവോമി. പ്രിയപ്പെട്ടവൾക്ക് വിട നൽകി നാട്. പുല്ലാനിക്കാട്ടെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടാകെ ഒഴുകിയെത്തി. വടക്കാഞ്ചേരി ഫൊറോന പള്ളി സെമിത്തേരിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടന്നു. നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി വിടവാങ്ങുമ്പോഴും തൻ്റെ അവയവങ്ങളിലൂടെ ഒരു പിടി മനുഷ്യർക്ക് പുതുജീവൻ നൽകിയാണ് നവോമി യാത്രയാകുന്നത്. തൃശൂർ ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. ബസ് കാത്തുനിന്നിരുന്ന 2 പേർക്കും ബസ്സിൽ ഉണ്ടായിരുന്ന 3 പേർക്കുമാണ് പരിക്കേറ്റത്. സംസ്ഥാനപാതയിൽ കായാമ്പൂവം ബസ് സ്റ്റോപ്പിൽ ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കാട്ടാന ശല്യം ഒഴിയാതെ വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലകൾ. കഴിഞ്ഞ ദിവസം മങ്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി. തെങ്ങ്, വാഴ, പ്ലാവുകൾ ഉൾപ്പെടെ ഉള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പ്രദേശവാസികൾ. മുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷമായ LDF അംഗങ്ങൾ. UDF ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ആന വിഷയത്തിലും തെരുവ് പട്ടികളുടെ വിഷയത്തിലും ഇരട്ട നയമാണ് സ്വീകരിക്കുന്നതെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി.